നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടിക്കട സ്വദേശി മനു നമ്പൂതിരിയാണ്. വളരെ സന്തോഷമാണ് ഇന്ന് ഇവിടെ എത്തിയപ്പോൾ കാണാൻ സാധിച്ചത്. നമ്പൂരി, ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്നോ? അപേക്ഷ 6 വർഷം കൊണ്ട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രാവശ്യം പ്രതീക്ഷയുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്നെ കിട്ടണമെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷയുണ്ട്. ഈ വർഷമാണ് ഭഗവതി കടാക്ഷിച്ചത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിലും ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അതും 6 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടിടത്ത് ഞാൻ 6 വർഷം കൊണ്ട് 2 വർഷം കൊടുക്കുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യം 2 ലിസ്റ്റിലും ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം മാളികപ്പുറത്ത് മാത്രം ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഈ വർഷമാണ് ഭഗവതി കടാക്ഷിച്ചത്. എന്തായാലും സന്തോഷം, വലിയ സന്തോഷമാണ് നാട്ടുകാരടക്കം നമ്മോട് പങ്കുവയ്ക്കുന്നത്. നമ്പൂതിരിയുടെ കുടുംബം അച്ഛൻ ഗോപാലകൃഷ്ണൻ നമ്പൂതിരി, അമ്മ ശോഭനാന്തർജനം, പിന്നെ 3 ഭാര്യ ദേവിപ്രിയ, 3 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്താൾ ഭദ്രപ്രിയ +2 പഠിക്കുന്നു, രണ്ടാമത്തേത് പത്മപ്രിയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂന്നാമത്തെ ഭരത് കൃഷ്ണ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ അമ്പലത്തിലാണ് വളരെ കുഞ്ഞുനാൾ മുതലേ ഞാൻ ഈ അമ്പലത്തിൽ തന്നെ 26 വർഷമായിട്ട് ഇവിടെ ശാന്തി കഴിക്കുന്നുണ്ട്. ഞാൻ അതിന് മുമ്പ് അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സഹായത്തിന് അമ്പലത്തിൻ്റെ പേര് കൂട്ടിക്കട ശാസ്താൻ ക്ഷേത്രം എന്നാണ്. ഇവിടെ തന്നെയായിരുന്നു കുഞ്ഞുനാൾ മുതലേ ഇവിടെ തന്നെ. വേറെ അമ്പലത്തിൽ ഞാൻ ശാന്തി കഴിച്ചിട്ടില്ല. ഈ ഭഗവതിയുടെ ഒരു പിന്നെ എന്താ സംശയം? ഇവിടെയുണ്ട് ദുർഗയുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇവിടെയുണ്ട്. ഞാൻ ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ദുർഗയിൽ തന്നെയാണ് ഞാൻ പഠിച്ചതും പഠിച്ചതും ഇവിടുത്തെ ദുർഗയുടെ ബിംബത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇനി എപ്പോഴാണ് ശബരിമലയ്ക്ക് പോകുന്നത്? ഇനി അതിന് മുമ്പൊരു തൊഴാൻ പോകുന്നു? പിന്നെ എന്തായാലും പോകണം. അത് ഇന്നൊക്കെ ഇന്നത്തരം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് അങ്ങനെ 2 ദിവസം ദർശനം ഇല്ലെന്ന് പറയുന്നു രാഷ്ട്രപതി വരുന്നത് സംബന്ധിച്ച്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും മുമ്പ് ഇപ്പോൾ ശബരിമല മേൽശാന്തി കൊല്ലംകാരനാണ്. അദ്ദേഹം ഇറങ്ങുമ്പോൾ കൊല്ലത്ത് നിന്ന് തന്നെ മാളികപ്പുറം മേൽശാന്തിയായിട്ട് അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ താക്കോല് മനു വേണം വാങ്ങിക്കാനെന്ന് പറഞ്ഞെങ്കിലും മാളികപ്പുറത്തമ്മയുടെ എങ്കിലും താക്കോല് വാങ്ങിക്കാനുള്ള ഭാഗ്യം തീർച്ചയായിട്ടും കിട്ടി. വളരെ സന്തോഷം. എന്തായാലും വളരെ സന്തോഷമാണ് ഇപ്പോൾ മനു നമ്പൂതിരി കൊണ്ടിരിക്കുന്നത്. അത് ഭഗവതിയുടെ കടാക്ഷം എന്ന് തന്നെയാണ് നമ്പൂതിരിയും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.